നിയമാവർത്തനം 28:12 പറയുന്നുണ്ട്, നീ കടം വാങ്ങേണ്ടി വരില്ല. നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനായിട്ട് മാറും. കഴിഞ്ഞ കാലങ്ങളിലെ തോൽവിയിലേക്ക് നോക്കി നിരാശപ്പെടുവാനായിട്ട് പാടില്ല. മുൻപിലേക്ക് നോക്കുക. നിന്റെ നോട്ടം മുൻപിലേക്ക് മാത്രമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 2025 തീർന്നു, 2026 പ്രവേശിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചുകൊള്ളുക, 2026 നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. ഹല്ലേലൂയ. ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും വർഷമായിരിക്കും 2026. ഉറച്ച് ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്തുള്ള സാമ്പത്തിക ഉയർച്ച, ആത്മീയ മേഖലയിൽ ഉയർച്ച, ജോലിയിൽ ഉയർച്ച, ബിസിനസ്സിൽ ഉയർച്ച, എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഉയർച്ച നൽകുന്ന ഒരു വർഷമായിട്ട് 2026 കർത്താവ് മാറ്റാനായിട്ട് പോകുകയാണ്. സുഭാഷിതങ്ങൾ 4-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വചനം പറയുന്നു, നിങ്ങളുടെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നിങ്ങളുടെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കണം, പിന്നിലേക്ക് നോക്കണ്ട. കഴിഞ്ഞ കാലങ്ങളിലെ തകർച്ചകൾ, പരാജയങ്ങൾ, തോൽവികൾ, അവിടേക്ക് നിങ്ങൾ നോക്കണ്ട, മുൻപിലേക്ക് നോക്കുക. നിന്റെ നോട്ടം മുൻപിലേക്ക് മാത്രമായിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ തോൽവിയിലേക്ക് നോക്കി നിരാശപ്പെടുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം പറയുന്നു, അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു. അവൻ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് തൻ്റെ ജൈത്രയാത്ര ആരംഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ മേൽ കർത്താവ് ആത്മാവിൻ്റെ അഭിഷേകമിട്ടത് എന്തിനാണെന്നറിയാമോ? ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ വിജയം വരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ 28:13 വചനം ഇങ്ങനെയാ പറയുന്നത്, എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ചാൽ നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഹല്ലേലൂയ. നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിയമാവർത്തനം 28:13. ഹല്ലേലൂയ. നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. കരമിട്ടി പഠിച്ചു പറഞ്ഞേ, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഒരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവത്തില്ല, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല. വിളിച്ചു പറഞ്ഞ്, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഞാനും എൻ്റെ കുടുംബവും ഉയർച്ച പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും. ഞങ്ങൾ തകർന്നു പോവത്തില്ല, ഞങ്ങൾ തകർന്നു പോവത്തില്ല, ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും. ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഞങ്ങളുടെ ബിസിനസ്സിൽ, ജോലികളിൽ, കൃഷികളിൽ അഭിവൃദ്ധി പ്രാപിക്കും. ഞങ്ങൾ തകർന്നു പോവത്തില്ല, ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. യേശു എൻ്റെ കൂടെയുണ്ട്. 2 കരം വിളിച്ചു പറഞ്ഞ്, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല. ഉച്ചത്തിൽ പറഞ്ഞ്, എനിക്ക് അധോഗതി ഉണ്ടാവത്തില്ല. എൻ്റെ കുടുംബം ഉയർച്ച പ്രാപിക്കും. ഞാനും എൻ്റെ കുടുംബവും, മക്കളും തലമുറകളും സഹോദരീ സഹോദരങ്ങളും ഉയർച്ച പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. താഴ്ച പ്രാപിക്കത്തില്ല, താഴ്ച പ്രാപിക്കത്തില്ല. ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടും, ബിസിനസ് അനുഗ്രഹിക്കപ്പെടും, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. മോശയോട് പറഞ്ഞു, ചെങ്കടലിനെ പിളർക്കുക. നീ എന്തിനാ എന്നെ വിളിച്ചു കരയുന്നത്? ചെങ്കടൽ പിളർക്കുക. നമ്മുടെ മുന്നിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും
മല പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണും. വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ പറ്റാത്ത രോഗങ്ങൾ കാണും. ഭാരിച്ച കടബാധ്യത കാണും. എങ്ങോട്ട് നോക്കിയാലും എല്ലാ വാതിലും അടഞ്ഞിരിക്കുന്നു, ഇരുട്ട് മാത്രം. ആരും പേടിക്കണ്ട, നിന്റെ മുൻപിൽ അടഞ്ഞുപോയ എല്ലാ വാതിലും 2026 യേശു തുറക്കാൻ പോകുക. യേശു തുറക്കാൻ പോകുക. അടഞ്ഞ വാതിലെല്ലാം അവൻ തുറക്കും. യെശയ്യ 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ പിന്നെ ആരും അടക്കത്തില്ല, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. ദാവീദിന്റെ പുത്രനായ യേശു, നിന്നെ രക്തം തന്ന് വീണ്ടെടുത്തവൻ നിന്നെ മുമ്പിൽ അടഞ്ഞുപോയ സകല വാതിൽ തുറക്കും. ആര് നിന്നെ തകർക്കാൻ ശ്രമിച്ചോ അവിടെ എല്ലാം കർത്താവ് ഇടപെടാൻ പോകുക. ഉറപ്പാണ്. ഉയർച്ചയുടെ, അനുഗ്രഹത്തിന്റെ, അഭിവൃദ്ധിയുടെ, സമൃദ്ധിയുടെ ഒരു വർഷത്തിലേക്ക് യേശു നിങ്ങളെ കൈപിടിച്ചുയർത്തുക. വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തുതിച്ചേ, വിളിച്ച യേശുവിനെ. കൈ അടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. വിശുദ്ധ ബൈബിളിൽ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഒരു കൊച്ചുബാലൻ, ആട്ടിടയൻ ദൈവം തെരഞ്ഞെടുത്തു. ആ വ്യക്തിയുടെ പേര് ദാവീദ് എന്നായിരുന്നു. ആ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ തൻ്റെ ജനത്തെ, ദൈവജനത്തെ വെല്ലുവിളിക്കുക. 40 ദിവസം അത് തുടർച്ച വെല്ലുവിളിയ. അവനെ നേരിടാൻ ഒറ്റ വ്യക്തികൾ പോലുമില്ല. സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് അവിടെ എത്തിയ ദാവീദ് ഇത് കാണുക. കൊച്ചുബാലൻ, ഓമനത്തമുള്ളൊരു പയ്യൻ, കവളൊക്കെ നല്ല നല്ല കുഞ്ഞ് കവളുകള്, സുന്ദരമായ കണ്ണുകള്. ഈ കൊച്ചുബാലൻ തൻ്റെ ഇടത്തോടെ ചോദിക്കുകയാണ്, ഇസ്രായേലിന്റെ മക്കളെ, ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാ? ഇവൻ ആരാ? ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കാൻ, ഇസ്രായേൽ മക്കളെ വെല്ലുവിളിക്കാൻ, ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണ്? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു. സാവൂള് കുപ്പായൊക്കെ ഊരിക്കൊടുത്തു. ദാവീദ് പറയും, ഞാൻ യുദ്ധം ചെയ്യാം, നിനക്കതിന് പറ്റുമോ? എന്നെ പറയാ, ഞാൻ ആടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ സിംഹങ്ങൾ ആടുകളെ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ സിംഹങ്ങളെ ചിന്തിക്കളഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റും. സാവൂള് തൻ്റെ കുപ്പായം ഊരി ദാവീദിനെ ഇടിവിച്ചു. അതുകൊണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നു, ദാവീദ് ഒരു കവണയും 5 കല്ലുകളുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ വചനം പറയുന്നു, ഓടിക്കയറി. ഈ ഗോലിയാത്ത് എന്ന മല്ലൻ, ഭീകരൻ, വെല്ലുവിളിക്കുക. ഓടിക്കയറി കല്ല് എത്തുകയാണ്. തെറ്റാനിലേക്ക് വെച്ചിട്ട് ഈ കല്ല് കൃത്യം ഗോലിയാത്തിന്റെ നെറ്റിൽ പതിച്ച് ഗോലിയാത്ത് പടന്നു വീഴുന്നു. ഓടി അവൻ്റെ നെഞ്ചിക്കറി വാളൂരി അവൻ്റെ കഴുത്ത് വെട്ടി മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, ദാവീദിന്റെ മേൽ ആവസിച്ച ദൈവാത്മാവ് ദാവീദിനെ അതിശക്തമായിട്ട് നയിക്കുക. തൻ്റെ ഇടത്തോടെ യുദ്ധക്കളത്തിൽ ഗോലിയാത്ത് എന്ന മല്ലനെ തകർത്ത് തരിപ്പണമാക്കിയ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, കുടുംബ തകർച്ചകൾ, ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല, വിഷമിക്കാൻ വരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി വഴി തുറക്കും. യെശയ്യ 45:2 മുതൽ വചനങ്ങൾ, നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കും, പിച്ചളവാതുകൾ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊള്ളുക ഈ വചനം. സാമ്പത്തിക മേഖലയിൽ ഒരു വഴി കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. സഭാപ്രസംഗി 10:22 കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കഴിഞ്ഞു. സാമ്പത്തിക മേഖലയിൽ കടബാധ്യതയുണ്ട്, ഭാരമുണ്ട്,
വഴികൾ കർത്താവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഹൃദയത്തിൽ ഏറ്റെടുത്തു. നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. മക്കളുടെ ജോലി എന്തുമാവട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ അത് സംഭവിച്ചു കഴിഞ്ഞു. 2026 ഉയർച്ചയുടെ, അഭിവൃദ്ധിയുടെ, അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ വർഷമായിട്ട് എനിക്കും നിങ്ങൾക്കും മാറാനായിട്ട് പോവുകയാണ്. കൈയടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. 2026 കിങ് ജീസസ് മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. ഉറപ്പാത്. ഇത്രയും കാലം കർത്താവ് ചെയ്തതിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ശുശ്രൂഷകളും 26 കർത്താവ് തുറന്നു. 27, 28, 29 ഇനി വർഷങ്ങൾ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. കിങ് ജീസസ് മിനിസ്ട്രിയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശങ്ങളെ, രാജ്യങ്ങളെ, ഭൂഖണ്ഡങ്ങളെ ഇളക്കി മറിക്കാനുള്ള അഭിഷേകം കർത്താവ് കിങ് ജീസസ് മിനിസ്ട്രിക്ക് തന്നു കഴിഞ്ഞു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഉറപ്പാണെന്ന്, ഉറപ്പായത് വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് ചെയ്യും. 2026 എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷം, എൻ്റെ മിനിസ്ട്രിക്ക് അനുഗ്രഹത്തിന്റെ വർഷം, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിന്റെ വർഷം, ഈ ജനത്തിന് അനുഗ്രഹത്തിന്റെ വർഷം. വിളിച്ച യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമിത്തി വലത്തുകരമിത്തി പറഞ്ഞേ. 2026 എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹത്തിന്റെ വർഷം. ബിസിനസ്സിൽ, കൃഷിയിൽ, വരുമാന മാർഗങ്ങളിൽ അനുഗ്രഹത്തിന്റെ വർഷം. ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉയർച്ചയുണ്ട്. ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. അധോഗതി ഉണ്ടാവത്തില്ല, തകർന്നു പോകത്തില്ല, പരാജയപ്പെടത്തില്ല, തോറ്റു പോകത്തില്ല, വിജയം വരിക്കും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. ഞാൻ വിജയം വരിക്കും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടും. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവിന്റെ നാമം വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തനം 28:12 പറയുന്നുണ്ട്, നീ കടം വാങ്ങേണ്ടി വരും. നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനായിട്ട് മാറും. ആ വിധത്തിൽ സാമ്പത്തികമായിട്ട് ദൈവം ഉയർച്ച തരുന്നവനാണ്. ആത്മീയ ജീവിതത്തിൽ കൃപാവരങ്ങൾ കൊണ്ട് നമ്മളെ നിറച്ച് അഭിഷേകം ചെയ്തു എത്തുന്നവനാണ്. നിന്റെ കണ്ണുനീരും ദുഃഖങ്ങളും എല്ലാം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. 2026 വലിയ അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും നന്മയുടെയും വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് എൻ്റെ മിനിസ്ട്രിക്കും ആയിരിക്കും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിപ്പോൾ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും തടയാൻ പറ്റാത്തവണ്ണമുള്ള അഭിഷേകവും ദൈവശക്തിയും കർത്താവ് തരും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഉറപ്പാണത്. ഇന്നുവരെ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങൾ കർത്താവ് വരും നാളുകളിൽ കിങ് ജീസസ് മിനിസ്ട്രിയുടെ ചെയ്യും. ദേശങ്ങളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറക്കും. ആരൊക്കെ വാതിൽ അടയ്ക്കാൻ നോക്കിയാലും എല്ലാ വാതിലും കർത്താവ് തുറന്നിട്ടിരിക്കുക. ഒരു വാതിലും നമ്മുടെ മുൻപിൽ അടയ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. കരമിട്ട് പിടിച്ചേ, വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും. തകർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്. ഒരു ശക്തിക്കും, ഒരു ശക്തിക്കും എന്നെ തകർക്കാനാവില്ല, എന്നെ തകർക്കാനാകില്ല. ഞാൻ വിജയം വരിക്കും, ഞാൻ വിജയം വരിക്കും. ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കും, ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കും. കൈയടിച്ചു നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉഷാറായോ? മനസ്സൊക്കെ ശക്തിപ്പെട്ടോ? ഞാൻ ഈ പറഞ്ഞത് വിശ്വസിക്കുന്നവർ അത് കൈവീശുകൾ ഏറ്റെടുത്തവർ അങ്ങോട്ട് വിശ്വസിച്ചോ? ഉറപ്പായത്. ഹഗായി 2:19, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. വാഗ്ദത്തം, ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബ്ലെസ് യു.
ഇന്നു മുതൽ ഇപ്പോൾ മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 2026 എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷം, എൻ്റെ മിനിസ്ട്രിക്ക് അനുഗ്രഹത്തിന്റെ വർഷം, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹത്തിന്റെ വർഷം, ഈ ജനത്തിന് അനുഗ്രഹത്തിന്റെ വർഷം. വിളിച്ച യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമിത്തി വലതുകരം പിടിച്ച് പറഞ്ഞേ, 2026 എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹത്തിന്റെ വർഷം. എൻ്റെ ബിസിനസ്സിൽ, കൃഷിയിൽ, വരുമാന മാർഗങ്ങളിൽ അനുഗ്രഹത്തിന്റെ വർഷം. ഞാൻ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഉയർച്ചയുണ്ട്. ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഉയർച്ച പ്രാപിക്കും. അധോഗതി ഉണ്ടാവത്തില്ല, തകർന്നു പോകത്തില്ല, പരാജയപ്പെടത്തില്ല, തോറ്റു പോകത്തില്ല, വിജയം വരിക്കും. സ്വർഗത്തിലെ ദൈവം എനിക്ക് വിജയം തരും. ഞാൻ വിജയം വരിക്കും. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടും. രണ്ട് കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവിന്റെ നാമം വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തനം 28:12 പറയുന്നുണ്ട്, നീ കടം വാങ്ങേണ്ടി വരും. നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല, നീ കടം കൊടുക്കുന്നവനായിട്ട് മാറും. ആ വിധത്തിൽ സാമ്പത്തികമായിട്ട് ദൈവം ഉയർച്ച തന്നവനാണ്. ആത്മീയ ജീവിതത്തിൽ കൃപാവരങ്ങൾ കൊണ്ട് നമ്മളെ നിറച്ച് അഭിഷേകം ചെയ്തു എത്തുന്നവനാണ്. നിന്റെ കണ്ണുനീരും ദുഃഖങ്ങളും എല്ലാം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. 2026 വലിയ അനുഗ്രഹത്തിൻ്റെയും ഉയർച്ചയുടെയും നന്മയുടെയും വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് എൻ്റെ മിനിസ്ട്രിക്കും ആയിരിക്കും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിപ്പോൾ പ്രഖ്യാപിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും തടയാൻ പറ്റാത്തവണ്ണമുള്ള അഭിഷേകവും ദൈവശക്തിയും കർത്താവ് തരും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഉറപ്പാണത്. ഇന്നുവരെ മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങൾ കർത്താവ് വരും നാളുകളിൽ കിങ് ജീസസ് മിനിസ്ട്രിയുടെ ചെയ്യും. ദേശങ്ങളും രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറക്കും. ആരൊക്കെ വാതിൽ അടയ്ക്കാൻ നോക്കിയാലും എല്ലാ വാതിലും കർത്താവ് തുറന്നിട്ടിരിക്കുക. ഒരു വാതിലും നമ്മുടെ മുൻപിൽ അടയ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. കരമിട്ട് പിടിച്ചേ, വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും, അഭിവൃദ്ധി പ്രാപിക്കും. തകർന്നു പോകത്തില്ല, തകർന്നു പോകത്തില്ല. യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെയുണ്ട്. യേശു എന്റെ കൂടെയുണ്ട്. ഒരു ശക്തിക്കും, ഒരു ശക്തിക്കും എന്നെ തകർക്കാനാവില്ല, എന്നെ തകർക്കാനാകില്ല. ഞാൻ വിജയം വരിക്കും, ഞാൻ വിജയം വരിക്കും. ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കും, ഞാൻ ആരോഗ്യത്തോടെ ജീവിക്കും. ഹല്ലേലൂയ.